Accounts of insurance companies. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു റവന്യൂ അക്കൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റും അതിന്റെ വേറൊരു ക്വസ്റ്റ്യനും റവന്യൂ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സും പ്രീവിയസ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് പഠിച്ചിട്ടില്ലാത്തവർ അത് കണ്ട് ആ രണ്ട് വീഡിയോയും കണ്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം പ്രീവിയസ് വീഡിയോയിൽ, അതായത് റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്, അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പ്രീവിയസ് വീഡിയോയിലുണ്ട്. അത് നന്നായിട്ട് കണ്ടു പഠിക്കുക. അതിനുശേഷം മാത്രം, കാരണം അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. From the following information gathered from the books of Shriram Life Assurance Company Limited, prepare revenue account for the year ended 31/3/2018. അപ്പോൾ ശ്രീറാം ലൈഫ് അഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഫോർമാറ്റിലേക്ക് ഒന്നുകൂടെ പോവാം. ദെൻ ഷെഡ്യൂൾ 1, 4 ഷെഡ്യൂളാണ് റവന്യൂ അക്കൗണ്ടിൽ വരുന്നത്. ഷെഡ്യൂൾ 1 പ്രീമിയം ആണ്. ദെൻ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പ്രീവിയസ് വീഡിയോയിലുണ്ട്. ഷെഡ്യൂൾ 2 കമ്മീഷൻ ആണ്. ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ദെൻ ഷെഡ്യൂൾ 4 എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. അതിനുശേഷമാണ് നമ്മൾ 4 ഷെഡ്യൂൾ എഴുതിയതിന് ശേഷമാണ് റവന്യൂ അക്കൗണ്ട് എഴുതുന്നത്. ദെൻ റവന്യൂ അക്കൗണ്ടിലെ പ്രീമിയം ഏൺഡിന്റെ നമ്മൾ പ്രീമിയം ഏൺഡ് ഷെഡ്യൂൾ എഴുതിയിട്ട് അതിന്റെ താഴെയാണ് നമ്മൾ റീഇൻഷുറൻസ് സെഡഡും അക്സെപ്റ്റഡും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത് വരുന്ന ഹെഡാണ് ഷെഡ്യൂൾ ഇല്ലാത്ത ഒരു ഐറ്റമാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ കീഴിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റെന്റ് ഗ്രോസ് ആയിട്ട് കാണിക്കണം. അതായത് TDS ഡിഡക്ട് ചെയ്യാത്ത എമൗണ്ട് കാണിക്കണം. അതാണ് ഗ്രോസ് എന്ന് പറയുന്നത്. ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റോ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ കാണിക്കുന്നത് ഇവിടെയാണ്. ദെൻ നെക്സ്റ്റ് അതർ ഇൻകം ആണ്. വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ടെങ്കിൽ, അതർ ഇൻകംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കുന്നു. ഏതെങ്കിലും മോട്ടോർ കാർ വിറ്റു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ. അതുപോലെ കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻഡഡ്, ആന്വിറ്റി ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരുന്ന സമയത്ത്, അതായത് ക്ലെയിം എമൗണ്ട് നമുക്ക് ആന്വിറ്റീസ് പെൻഷനൊക്കെ ആയിട്ട് തരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഒരു വലിയ എമൗണ്ട്, ലംസം എമൗണ്ട് കമ്പനിക്ക് കൊടുക്കണം. അതിനെയാണ് കൺസിഡറേഷൻ ഫോർ ആന്വിറ്റീസ് ഗ്രാൻഡഡ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പനിക്ക് അതൊരു ഇൻകം ആണ്. അപ്പൊ അത് അതർ ഇൻകത്തിന്റെ കീഴിലാണ് നമ്മൾ കാണിക്കുക. ഇനി ഏതെങ്കിലും രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരും. ദെൻ അപ്പൊ ഇൻകം എന്നുള്ള ഒരു പാർട്ട് കഴിഞ്ഞു. ടോട്ടൽ എ ഇൻകം ഇത്രയേ ഉള്ളൂ കമ്പനിയുടെ. ദെൻ ഇനി എക്സ്പെൻസ് ഹെഡിലേക്കാണ് വരുന്നത്. എക്സ്പെൻസിന് 2 ഹെഡായിട്ട് നമ്മൾ 2 സെക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് കമ്മീഷൻ. അപ്പൊ കമ്മീഷൻ എക്സ്പെൻസിൽ അതിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ് ഷെഡ്യൂൾ 3. അപ്പോ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സാലറി കൊടുക്കുന്നു, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസസും ഈ ഷെഡ്യൂളിലാണ് വരുന്നത്. ദെൻ വേറെ ഏതെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതർ എക്സ്പെൻസ്, അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റോ അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ ഒക്കെ അതർ എക്സ്പെൻസസ് എന്ന ഹെഡിന്റെ കീഴിൽ കാണിക്കുന്നു. ദെൻ അത് എക്സ്പെൻസസിന്റെ ഒരു സെക്ഷൻ ടോട്ടൽ ബി നമ്മൾ അവിടെ ടോട്ടൽ ചെയ്തിരുന്നു. അതാണ് റവന്യൂ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റിലുള്ള ഒരു മാറ്റം. നെക്സ്റ്റ് വരുന്നത് വീണ്ടും എക്സ്പെൻസിന്റെ അടുത്തൊരു സെക്ഷൻ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇവിടെയാണ് കമ്പനി കൊടുക്കുന്ന ക്ലെയിമുകളെല്ലാം കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ആന്വിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ആന്വിറ്റിയും ക്ലെയിം ആണ്. അപ്പൊ അതെല്ലാം ഈ ബെനിഫിറ്റ്സ് പെയ്ഡിലാണ് കാണിക്കുന്നത്. ദെൻ കമ്പനി എപ്പോഴെങ്കിലും ഇന്ററിം ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ററിം ബോണസ് എന്ന് പറഞ്ഞാൽ കമ്പനി ആനുവലി കൊടുക്കുന്നതല്ലാതെ ഇടക്കാലത്ത് എപ്പോഴെങ്കിലും ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബോണസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ ആണ്. അപ്പൊ അത് ഇവിടെ ഈ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെയാണ് കാണിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അപ്പൊ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെയാണ് കാണിക്കുന്നത്, അതായത് ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ കാണിക്കുക. ദെൻ അപ്പൊ നമുക്ക് ടോട്ടൽ സി കിട്ടി. എക്സ്പെൻസിന്റെ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ടോട്ടൽ ചെയ്തു. ദെൻ A-B-C ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ സർപ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ അപ്രോപ്രിയേഷൻസ് നടത്തുക. നമ്മളോട് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റ് റിസർവുകളിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റുക. ബാക്കിയുള്ള എമൗണ്ട് ആണ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് ഷെഡ്യൂൾസ്, 4 ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ റവന്യൂ അക്കൗണ്ട് എഴുതാൻ. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പ്രീമിയം. പ്രീമിയം 70 lakhs ആണ്. അപ്പൊ പ്രീമിയം നമുക്കറിയാം ഷെഡ്യൂൾ 1 ആണ്. ഷെഡ്യൂൾ 1 പ്രീമിയം റിസീവ്ഡ് ഓൺ ഡയറക്ട് ബിസിനസ് ഇവിടെ തൗസൻഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 7,000 എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്നു റീഇൻഷുറൻസ് പ്രീമിയം സെഡഡ്. നമുക്കറിയാം ഡയറക്ട് ബിസിനസ്സിൽ നിന്നുള്ള പ്രീമിയത്തിന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സെഡഡ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
റീഇൻഷുറൻസ് പ്രീമിയം സെഡഡ് നമ്മൾ ലെസ് ചെയ്യുന്നു 1000. ലെസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ ഇടുന്നത്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മുതൽ പഠിക്കുന്നതാണ്. നമ്മൾ ഡിഡക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഐറ്റംസ് വരുന്നുണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിൽ എഴുതി വെക്കും. അപ്പൊ അത് ലെസ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ മീനിങ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റീ ഇൻഷുറൻസ് ക്ലെയിംസ്. ക്ലെയിംസില് റീ ഇൻഷുറൻസ് ക്ലെയിമുകൾ ഉണ്ട്. അപ്പൊ നമുക്കത് ഷെഡ്യൂൾ 4 ആണ് വരുന്നത്. അപ്പൊ ഷെഡ്യൂൾ 4 അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. റീ ഇൻഷുറൻസ് ക്ലെയിംസ് എമൗണ്ട് 200. നെക്സ്റ്റ് വരുന്നത് ആനുറ്റീസ് ലെസ് റീ ഇൻഷുറൻസ്. ഇതും ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരുന്ന ഐറ്റം ആണ് ഷെഡ്യൂൾ 4 കാരണം ക്ലെയിം ആണ്. ആനുറ്റി എന്ന് പറയുന്നതും എ കൈൻഡ് ഓഫ് ക്ലെയിം ആണ്. അപ്പൊ അത് ഷെഡ്യൂൾ 4. ആനുറ്റീസ് ലെസ് റീ ഇൻഷുറൻസ് 500. ഇതൊക്കെ അവിടെ തൗസൻഡ്സിലായതുകൊണ്ടാണ് ഇവിടെ 500 എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഐറ്റം കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ്. ഇങ്ങനെ ആനുറ്റി കമ്പനി തരണം എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കൺസിഡറേഷൻ കൊടുക്കണം. അത് അതർ ഇൻകത്തിൽ വരുന്ന ഐറ്റം ആണ്. അപ്പൊ അതർ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ടില് വരുന്ന ഐറ്റം ആണ്. അതർ ഇൻകത്തില് കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് 2000. റവന്യൂ അക്കൗണ്ട് എഴുതിയിരിക്കുന്നത് തൗസൻഡ്സിലാണ്. സീറോസ് ഇത് 3 കട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ 2000. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെന്റ്. ഇത് തരുമ്പോൾ നമുക്ക് ഞാൻ ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നു ഗ്രോസ് എമൗണ്ട് ആണ് കാണിക്കേണ്ടുന്നത്. അതായത് അതിന്റെ ടാക്സ് TDS ലെസ് ചെയ്യാത്ത എമൗണ്ട്. പക്ഷെ നെക്സ്റ്റ് ഐറ്റം താഴെ തന്നിരിക്കുന്നു ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് ഓൺ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെന്റ് TDS 10,000. അപ്പൊ നമ്മൾ ഗ്രോസ് എമൗണ്ട് കാണിക്കേണ്ടുന്നത് കൊണ്ട് ഈ 10,000 കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇത് കാണിക്കാൻ. കാരണം ഗ്രോസ് ആണ് നമ്മളോട് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഐറ്റം നമ്മൾ കാണിക്കുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിന്റെ താഴെ റവന്യൂ അക്കൗണ്ടിലെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിന്റെ താഴെ കാണിക്കുന്ന ഒരു ഐറ്റം ആണ്. റവന്യൂ അക്കൗണ്ടിലെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിന്റെ താഴെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് 90 ആണുള്ളത്. ദെൻ ടാക്സ് ഡിഡക്ട് ചെയ്തേക്കായിരുന്നു. 90 എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ളതായിരുന്നു. അതുകൊണ്ട് ടാക്സ് ആഡ് ചെയ്തു. അപ്പോ 100. നെക്സ്റ്റ് വരുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇത് വരുന്നത് റവന്യൂ അക്കൗണ്ടിൽ അതർ എക്സ്പെൻസസിന്റെ താഴെ വരുന്ന ഐറ്റം ആണ്. അതർ എക്സ്പെൻസില് അതർ എക്സ്പെൻസസിന്റെ താഴെ വരുന്ന ഐറ്റം ആണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 15. നെക്സ്റ്റ് ലീഗൽ ചാർജസ്. ലീഗൽ ചാർജസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഷെഡ്യൂൾ 3 ലീഗൽ ചാർജസ്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തേക്കണം കാണിച്ചിരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തുമ്പോൾ നോക്കാം. അപ്പൊ ലീഗൽ ചാർജസ് എന്ന് പറയുന്ന ഐറ്റം ഷെഡ്യൂൾ 3. നെക്സ്റ്റ് വരുന്നത് കമ്മീഷൻ. കമ്മീഷൻ ഷെഡ്യൂൾ 2 ആണ്. അപ്പോ 4 lakhs ആണ് ഇവിടെ എമൗണ്ട്. അപ്പൊ ഷെഡ്യൂൾ 2 എടുത്തിട്ട് നോക്കാം. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് 400. 3 zeros കളഞ്ഞിട്ട് 400. നെക്സ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ ഫീ റിസീവ്ഡ്. ഇത് അതർ ഇൻകം ആണ്. ഫീ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അതർ ഇൻകം ആണ്. ദെൻ നമുക്ക് നോക്കാം അതർ ഇൻകത്തിൽ റവന്യൂ അക്കൗണ്ടിലെ അതർ ഇൻകം. രജിസ്ട്രേഷൻ ഫീ റിസീവ്ഡ് 10. രജിസ്ട്രേഷൻ ഫീ അതർ ഇൻകത്തിന്റെ കീഴിൽ വരുന്ന ഐറ്റം ആണ്. നെക്സ്റ്റ് വരുന്നത് സറണ്ടേഴ്സ്. സറണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ കീഴിൽ വരുന്ന ഐറ്റം ആണ്. കാരണം ഇത് പോളിസി ഹോൾഡർക്ക് അല്ലെങ്കിൽ ഇൻഷുവേർഡിന് പൈസ അടക്കാൻ പറ്റാതാവുന്നു. കുറെ നാൾ പോളിസിയുടെ പൈസ അടച്ചു, പിന്നെ പെട്ടെന്ന് പൈസ അടക്കാൻ പറ്റാതാവുമ്പോൾ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പോളിസി സറണ്ടർ ചെയ്ത് എത്ര പൈസ അടച്ചിട്ടുണ്ടോ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊരു എമൗണ്ട് കമ്പനി തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ ആ കമ്പനി ക്ലെയിം കൊടുക്കുന്നതിന് ഈക്വലന്റ് ആണ്. അപ്പൊ ഒന്നുകിൽ അത് ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ ഉള്ളിൽ കാണിക്കാം, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ കാണിക്കാം. ഇവിടെ സറണ്ടേഴ്സ് ബെനിഫിറ്റ്സ് പെയ്ഡിലാണ് കാണിച്ചിരിക്കുന്നത്. സറണ്ടേഴ്സ് 300. ഇത് ബെനിഫിറ്റ്സ് പെയ്ഡ് പെട്ടൊരു ഐറ്റം ആണ്. കാരണം കമ്പനി ക്ലെയിം കൊടുക്കുന്ന പോലെ തന്നെ പോളിസി ഹോൾഡർക്ക് പൈസ അടക്കാൻ പറ്റാതായപ്പോ പോളിസി സറണ്ടർ ചെയ്യിച്ചിട്ട് അയാൾ അടച്ച എമൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കമ്പനിക്ക് ആവശ്യമുള്ള ഒരു കമ്മീഷൻ മാറ്റിയിട്ട് ബാക്കി എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് റീ ഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റഡ്. പ്രീമിയം ആണ്. നമ്മൾ റവന്യൂ അക്കൗണ്ടിലാണ് റീ ഇൻഷുറൻസിന്റെ അക്സെപ്റ്റഡും സെഡഡും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ റീ ഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യേണ്ടുന്ന ഐറ്റം ആണ്. റീ ഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റഡ് ആഡ് ചെയ്യാനുള്ള ഐറ്റം ആണ് 1600.
നെക്സ്റ്റ് വരുന്നു സാലറീസ് ആൻഡ് വെൽഫെയർ ബെനിഫിറ്റ്സ്. സാലറി വെൽഫെയർ ബെനിഫിറ്റ്സ് ഒക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നതാണ്. ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സാലറീസ് ആൻഡ് വെൽഫെയർ ബെനിഫിറ്റ്സ് 300. നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റ് ഫീസ്. ഇത് രണ്ടും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അതുകൊണ്ട് ഷെഡ്യൂൾ 3 ആണ്. ഡയറക്ടേഴ്സ് ഫീ, ഓഡിറ്റ് ഫീ. നെക്സ്റ്റ് ഐറ്റം ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് നമുക്കറിയാം റവന്യൂ അക്കൗണ്ടിൽ അതർ എക്സ്പെൻസിൽ വരുന്ന ഐറ്റം ആണ്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് അതർ എക്സ്പെൻസ് ആണെന്ന്. അതർ എക്സ്പെൻസസിന്റെ താഴെ ബാഡ് ഡെപ്റ്റ് 5. നെക്സ്റ്റ് വരുന്നത് അഡ്വർടൈസ്മെന്റ്, പോളിസി സ്റ്റാമ്പ്. അഡ്വർടൈസ്മെന്റ് 5000, ദെൻ പോളിസി സ്റ്റാമ്പ്. ഇതൊക്കെയും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ആണ്. അപ്പോ ഷെഡ്യൂൾ 3 വരുന്ന ഐറ്റം ആണ് അഡ്വർടൈസ്മെന്റും പോളിസി സ്റ്റാമ്പും. ഷെഡ്യൂൾ 3 അഡ്വർടൈസ്മെന്റ്, പോളിസി സ്റ്റാമ്പ്. അഡ്വർടൈസ്മെന്റ്, പോളിസി സ്റ്റാമ്പ്. നെക്സ്റ്റ് ഐറ്റം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മോട്ടോർ കാർ. ഇത് അതർ ഇൻകത്തിൽ വരുന്ന ഐറ്റം ആണ്, പ്രോഫിറ്റ് ആണ്. ഏതെങ്കിലും അസറ്റ് വിറ്റ് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അതർ ഇൻകം ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മള് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഹെഡിന്റെ കീഴിലാണ് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഐറ്റം റവന്യൂ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മോട്ടോർ കാർ അതർ ഇൻകത്തിന് താഴെ വരുന്നു. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിൽ ലെസ് ചെയ്യാനുള്ള ഐറ്റം നമുക്ക് നോക്കാം. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിന് താഴെ ലെസ് ചെയ്യാൻ, ഡിഡക്ട് ചെയ്യാനുള്ള ഐറ്റം ആണ്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മോട്ടോർ കാർ അതർ ഇൻകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി. നെക്സ്റ്റ് വരുന്നതാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നെക്സ്റ്റ് വരുന്നത് ഇന്ററിം ബോണസ് പെയ്ഡ്. ഇന്ററിം ബോണസ് എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് കൊടുക്കുന്ന ഒരു ബോണസ് ആണ്. അപ്പൊ നമ്മൾ നോർമലി അത് ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ കാണിക്കുന്ന ഐറ്റം ആണ്. ഇന്ററിം ബോണസ് പെയ്ഡ് 80. ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ ഷെഡ്യൂൾ ഇല്ലാതെ കാണിക്കുന്ന ഒരു ഐറ്റം ആണത്. നെക്സ്റ്റ് ക്ലെയിം ബൈ ഡെത്ത്, ക്ലെയിം ബൈ മെച്യൂരിറ്റി. രണ്ടും ക്ലെയിം ആയതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് എടുക്കുന്നത്. ഇത് രണ്ടും ഷെഡ്യൂൾ 4 വരുന്ന ഐറ്റം ആണ്. ഷെഡ്യൂൾ 4 ക്ലെയിം ബൈ ഡെത്ത് 800, ക്ലെയിം ബൈ മെച്യൂരിറ്റി 1000. നെക്സ്റ്റ് വരുന്നതാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നാൽ എന്ത് ചെയ്യണം, ദെൻ ട്രയൽ ബാലൻസിൽ വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ ഒന്നുകിൽ ബെനിഫിറ്റ്സ് പെയ്ഡ് കാണിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെയുള്ള ഐറ്റം ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 60. ഇവിടെ വേറെ ഏതെങ്കിലും ഐറ്റം അഡ്ജസ്റ്റ്മെന്റിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ 10 ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എത്തുമ്പോൾ നോക്കാം. അപ്പൊ നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ ഷെഡ്യൂൾ ഇല്ലാത്ത ഒരു ഐറ്റം ആയിട്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2018 amounts to 10 lakhs. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം ഉണ്ട്, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് ആണ്. ഈ സെയിം ഡേറ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അറ്റ് ദ എൻഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം 1000. ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് നമ്മൾ ആഡ് ചെയ്തു. നെക്സ്റ്റ്, ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് amounts to 1 lakh. ഇവിടെ നമ്മൾ റവന്യൂ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റിൽ പല ഐറ്റംസും റവന്യൂ അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ ബാലൻസ് ഷീറ്റിലും വരും. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് amounts to 1 lakh. അപ്പോൾ ക്ലെയിം ഷെഡ്യൂൾ 4 ബെനിഫിറ്റ് ആണ്. അപ്പൊ അതിൽ വരുന്നതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ്, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 100. നെക്സ്റ്റ് വരുന്നതാണ് ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 5000. ലീഗൽ ചാർജസ് എന്ന ഐറ്റം ഷെഡ്യൂൾ 3 വരുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുന്നതാ. ലീഗൽ ചാർജസ് 6 ആണ് ഉണ്ടായിരുന്നത് ട്രയൽ ബാലൻസിൽ, അതിന്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്തു 11.
നെക്സ്റ്റ് ഫർദർ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 10,000. ഇത് കൂടാതെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസിൽ പറഞ്ഞിരുന്നു. ഇത് കൂടാതെ വീണ്ടും ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ഒരു 10 കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിലായതുകൊണ്ട് അത് വരുന്ന 2 സ്ഥലവും റവന്യൂ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 2 റിപ്പീറ്റ് ചെയ്തിരുന്നത് 2 സ്ഥലങ്ങളും റവന്യൂ അക്കൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് പ്രീമിയം എന്ന ഷെഡ്യൂൾ 1ലും വരും. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയത്തിന്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് നോക്കാം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അഡ്ജസ്റ്റ്മെന്റിൽ വന്നിരിക്കുന്ന 10 ഇവിടെ എടുത്തു. ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസിലെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 60 എഴുതിയിരുന്നു. അതിന്റെ കൂടെ ഇവിടെ 10 കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലെ എല്ലാ ഐറ്റംസും എടുത്തു, ഷെഡ്യൂളുകൾ എഴുതി. ഷെഡ്യൂളൊക്കെ നമ്മൾ ഓരോ ഷെഡ്യൂളുകളായിട്ട് ആദ്യം നമ്മൾ ടോട്ടൽ ചെയ്യുക. ഷെഡ്യൂളിലെ എല്ലാ ഐറ്റംസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഷെഡ്യൂൾ 1 നമുക്ക് 8,010 കിട്ടുന്നുണ്ട്. ദെൻ ഷെഡ്യൂൾ 2 വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല, 400. ഷെഡ്യൂൾ 3 395. എല്ലാ ഐറ്റംസും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഷെഡ്യൂൾ 4 2,900. ഇനി അത് റവന്യൂ അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതുക. റവന്യൂ അക്കൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും ഓർമ്മ വേണം, ചില ഐറ്റംസ് ഷെഡ്യൂൾ ഉള്ളതും കുറെ ഐറ്റംസ് ഷെഡ്യൂൾ ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ അത് ആ ഒരു ഫോർമാറ്റ് അങ്ങനെ തന്നെ പഠിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. പ്രീമിയം ഏൺഡ് ഷെഡ്യൂൾ 1 8,010. ഇതിൽ നിന്ന് നമ്മൾ ഇത് ഡയറക്റ്റ് ബിസിനസ്സിലത്തെയാണ്. ഇനി റീഇൻഷുറൻസ് സെഡഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, ആക്സെപ്റ്റഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. അടുത്തൊരു ഹെഡാണ്. അതിന്റെ കീഴിൽ ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റെന്റ് എഴുതി. ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ലെസ് ചെയ്യാനുള്ളതാണ്, അത് എഴുതി. ദെൻ അതർ ഇൻകം ആണ് അടുത്ത ഹെഡ്. ഇവിടെ നമ്മൾ ഐറ്റംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മോട്ടോർ കാർ, കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡഡ്, രജിസ്ട്രേഷൻ ഫീ. അങ്ങനെ നമുക്ക് ഇൻകം ടോട്ടൽ കിട്ടി 10,728. ഇനി നെക്സ്റ്റ് കമ്മീഷൻ. കമ്മീഷൻ എന്നുള്ള ഷെഡ്യൂൾ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ടോട്ടൽ 400 ആണ്. ഷെഡ്യൂൾ 3 ടോട്ടൽ 395 ആയിരുന്നു. അതർ എക്സ്പെൻസ് ബാഡ് ഡെപ്റ്റ് വരുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ എക്സ്പെൻസസിന്റെ ആദ്യത്തെ ഹെഡിന്റെ ടോട്ടൽ 815 കിട്ടി. നെക്സ്റ്റ് വരുന്നതാണ് ബെനിഫിറ്റ്സ് പെയ്ഡ് നെറ്റ്. ഇതിൽ നമുക്ക് ഷെഡ്യൂൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2,900 ആണ് ടോട്ടൽ കിട്ടിയത്. ദെൻ ഇന്ററിം ബോണസ് പെയ്ഡ് 80. ദെൻ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 70. അപ്പൊ ടോട്ടൽ സി നമുക്ക് 3,050 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് അപ്രോപ്രിയേഷൻസ് ചെയ്യാനൊന്നും പറഞ്ഞിരുന്നില്ല. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കോ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളിവിടെ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് നോക്കുന്നു. എ മൈനസ് ബി മൈനസ് സി. അതായത് എ എന്ന് പറയുന്നത് 10,728 മൈനസ് 815 മൈനസ് 3,050 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് 6,863. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ അപ്രോപ്രിയേഷൻസ് ചെയ്യേണ്ടുന്നത്. പക്ഷെ അപ്രോപ്രിയേഷൻസ് ഒന്നും ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനോ റിസർവുകളിലേക്ക് മാറ്റാനോ ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫണ്ട് ഫ്യൂച്ചർ അപ്രോപ്രിയേഷന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റുന്നു. ആ ഫുൾ എമൗണ്ടും മാറ്റുന്നു, 6,863. റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം പ്രോബ്ലം ചെയ്ത് പഠിക്കുക.